ഈ ജനാധിപത്യത്തെക്കുറിച്ച് പല യൂറോപ്യൻ മാധ്യമങ്ങളും ഇന്ത്യക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഇവരുടെ ചരിത്രം അറിയാവുന്നവർക്ക് ചിരിയാണ് വരുന്നത്. ജനാധിപത്യത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ബ്രിട്ടൻ ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമാണോ? അല്ലെന്ന് മാത്രമല്ല, ഇന്നും രാജാവിനെ കാണുമ്പോൾ 45 ഡിഗ്രി വളയുന്ന കൂട്ടരാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ. ഇനി പറയാം നോർവേയെക്കുറിച്ച്. നോർവേ വളരെ വികസിതമായ ഒരു രാഷ്ട്രമാണ്, മനോഹര രാഷ്ട്രമാണ്, സമാധാനമുള്ള രാഷ്ട്രമാണ്. അവിടെ താരതമ്യേന വളരെ സുരക്ഷിതത്വം നൽകുന്ന ഒരു രാജ്യവുമാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ എന്നിരുന്നാലും ചില വസ്തുതകൾ പറയാതിരിക്കാൻ കഴിയില്ല. നോർവേ ഒരു പൂർണ്ണമായ ജനാധിപത്യ രാജ്യമാണോ? ലോകത്തിലെ ജനാധിപത്യത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥാപനമാണ് ബ്രിട്ടനിലെ ദി ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ്. അവരുടെ ഡെമോക്രസി ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് തുടർച്ചയായിട്ട് വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നോർവേയാണ്. പക്ഷെ അവിടെ രസകരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ രാജഭരണം ഇപ്പോഴും ഉണ്ട്. നോർവേയിൽ രാജാവ് ഉണ്ടെന്നേ. അപ്പം നമ്മൾ ഈ ജനാധിപത്യത്തെ എങ്ങനെയാണ് വിഭാവനം ചെയ്യേണ്ടത്? ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങളെയൊക്കെ പലരും തമ്പുരാനെന്നും അല്ലെങ്കിൽ മറ്റേ രാജാവെന്നും അല്ലെങ്കിൽ പണ്ടത്തെ രാജകുടുംബമെന്നോ ഇപ്പോഴും രാജകുടുംബമെന്നോ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ കുറെ ആളുകൾ ഉടനെ വരും, രാജഭരണത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു, രാജാവൊക്കെ പണ്ട്, ഇത് ജനാധിപത്യത്തിന്റെ കാലമാണ്. അവർ തന്നെ പറയും, അങ്ങ് യൂറോപ്പിലേക്ക് നോക്കൂ, അവിടെ ജനാധിപത്യം പൂത്തുലയുന്നില്ലേ എന്നും. പക്ഷെ യൂറോപ്പിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോഴും രാജാവുണ്ട്. രാജാവ് പുറകിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്, മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ നോർവേയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ രാജഭരണം ഉണ്ടെന്ന് മാത്രമല്ല, നോർവേയുടേത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ബ്രിട്ടനിലെ പോലെ അവിടെയും രാജാവിന് പ്രാധാന്യമുണ്ട്. പക്ഷെ പൊതുവെ പറയുന്നത് പ്രതീകാത്മകമായിട്ടുള്ള പദവി മാത്രമേ ഉള്ളൂ, യഥാർത്ഥ അധികാരം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർലമെന്റിനും പ്രധാനമന്ത്രിക്കുമൊക്കെയാണ് എന്നായിരിക്കും ന്യായീകരണം. ചേടാ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രതീകാത്മകമായിട്ട് രാജാവിനെ വെച്ച് വാഴിക്കുന്നത്? പൂർണ്ണമായി രാജഭരണം എടുത്ത് മാറ്റിക്കൂടെ? പ്രതീകാത്മകമായും വേണ്ട എന്ന് തീരുമാനിച്ചുകൂടെ? അത് കഴിയില്ല. അതായത് ഞങ്ങൾക്ക് രാജാവും വേണം ജനാധിപത്യവും വേണം, രണ്ടും കൂടി വേണം. പക്ഷെ നിങ്ങൾ പൂർണ്ണമായും ജനാധിപത്യമായിരിക്കണം. പക്ഷെ എന്നിട്ട് ഇതേ യൂറോപ്യൻസ് നമ്മൾ ഇന്ത്യക്കാരോട് പറയും, നിങ്ങൾ നോ, അരുതുണ്ണി അരുത്, ജനാധിപത്യം മാത്രമേ പാടുള്ളൂ, രാജാവ് അശ്ലീലം, അത് പാടില്ല എന്ന് പറയുന്ന കൂട്ടരാണ് ഈ പറയുന്ന നമ്മുടെ യൂറോപ്യൻസ്. അവർക്ക് രാജാവിനെയും വേണം, എന്നാൽ ജനാധിപത്യവും വേണം. എന്തിന് രാജാവിനെ വേണം എന്ന് ചോദിച്ചാൽ അവരവരുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും അഭിമാനം കൊള്ളുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാര് നമ്മുടെ പഴയ രാജാക്കന്മാരെ കുറിച്ച് പറയാൻ പാടില്ല, രാജഭരണത്തെ കുറിച്ച് പറയാൻ പാടില്ല. അതായത് യൂറോപ്പില് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ള, മതത്തിന്റെ പേരിൽ അടക്കം കൊന്നൊടുക്കിയിട്ടുള്ള രാജാക്കന്മാരെ ഇന്നും യൂറോപ്യൻസ് അവരുടെ ഭയങ്കര എന്തോ പ്രൗഡായിട്ടുള്ള സാധനമായിട്ട് കാണിക്കുകയാണ്. അവരെല്ലാം പെർഫെക്റ്റ് ആണേ. പക്ഷെ ഇന്ത്യയിലെ രാജാക്കന്മാരെ കാര്യം പറയുമ്പോൾ എല്ലാം മോശം കാര്യങ്ങൾ മാത്രം, ഒരു നല്ലതും ചെയ്തിട്ടില്ലാത്ത ക്രൂരന്മാരായിട്ട് അവരെ ചിത്രീകരിക്കുക. ഇതാണ് പൊതുവേ ഉള്ള ഒരു ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ചരിത്രം പാടില്ല, ഇന്ത്യയുടെ സംസ്കാരം നിലനിൽക്കാൻ പാടില്ല, ഇന്ത്യക്ക് ഇതൊന്നും പാടില്ല. ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ആധുനിക ജനാധിപത്യമായിട്ട് പൂത്തൊലഞ്ഞു നിൽക്കണം. ഇന്ത്യ ഇന്നലെ ഉണ്ടായ രാജ്യമാണല്ലോ. അതേ സമയത്ത് ബ്രിട്ടൻ അവരുടെ രാജാവിനെ വെളിയിൽ കളയാൻ വയ്യ, നോർവേക്ക് അവരുടെ രാജാവിനെ വെളിയിൽ കളയാൻ വയ്യ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇരട്ടത്താപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UAE നല്ലൊരു രാജ്യമാണല്ലോ, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ ജനാധിപത്യം ഉണ്ടോ? ഇല്ല. അവിടെയും രാജാവാണ് ഭരിക്കുന്നത്. എന്നാൽ നോർവേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, രാജാവ് പുറകിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കും, പേരിന് അവിടെ തെരഞ്ഞെടുപ്പുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരാരും രാജാവിനെ ധിക്കരിക്കാനോ പരസ്യമായി വെല്ലുവിളിക്കാനോ തയ്യാറാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജാവിനെ കാണുമ്പോൾ 45 ഡിഗ്രി കുനിഞ്ഞേ നിൽക്കൂ. അമ്മാതിരി റെസ്പെക്റ്റ് ആണ് അവർക്കുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ജനാധിപത്യവും യൂറോപ്യൻസ് മനസ്സിലാക്കി വെക്കുന്ന ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണണം. നോർവേയിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് വല്ലാണ്ട് കുരു പൊട്ടിയിരിക്കുകയാണ്. മോദി എന്തോ അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറവാണ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ ചൊറിയുന്നുണ്ട്. ഈ നോർവേയുടെ ചരിത്രം എന്താണ്? നോർവേ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം വളരെ രസകരമാണ്. പണ്ട് നോർവേയിൽ ഇവാഞ്ചലിക്കൽ ലൂഥറൽ ക്രിസ്തു മതം ഔദ്യോഗികമായിട്ട് ഭരണകൂടത്തിന്റെ മതമായിരുന്നു. എന്താണ് ഇവാഞ്ചലിക്കൽ ലൂഥറൽ ക്രിസ്തു മതം? അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ഭരണകൂടം അതാണ്. ഏത് രാജ്യത്തിന്റെ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനാധിപത്യം പൂത്തലയുന്ന നമ്മുടെ നോർവേയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മതേതരത്വം അവിടെ ഭയങ്കരമായിട്ട് കവിഞ്ഞൊഴുകുമായിരുന്നു 2012 വരെ. 2012 നോർവേ ഒരു നൈസ് പരിപാടി ഒപ്പിച്ചു. എന്താന്നല്ലേ, 2012 നോർവേ അവരുടെ ഭരണഘടന ഭേദഗതി ചെയ്തു. ഭരണകൂടവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് വേർപെടുത്തി. എന്നിട്ട് ഇപ്പൊ നോർവേക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് മതം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്താണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്.
പക്ഷെ ഇപ്പോഴത്തെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 16 അനുസരിച്ച് നോർവേയിലെ എല്ലാ നിവാസികൾക്കും പൂർണ്ണമായ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ജനാധിപത്യ രാജ്യമായ 2012 മാത്രം മതേതരത്വ ഭരണകൂടമായി മാറിയ നോർവേയിലെ സവിശേഷമായ ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? ജനങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ട് മതസ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും രാജാവ് എന്ന് പറയുന്ന ആള് ലൂഥറൻ മതവിശ്വാസി ആയിരിക്കണം എന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതായത് രാജാവ് ക്രിസ്ത്യാനി തന്നെ ആയിരിക്കണം, മറ്റ് മതക്കാര് രാജാവാകാൻ പാടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ലൂഥറൻ മതവിശ്വാസി തന്നെ ആയിരിക്കണം എന്നുള്ളത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് രാജ്യത്താണ്? നോർവേ എന്ന് പറയുന്ന രാജ്യത്ത് മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ പേരിനു മാത്രം രാജാവുള്ള ഒരു രാജ്യത്ത് രാജാവ് പക്ഷേ ലൂഥറൻ മതവിശ്വാസി ആയിരിക്കണം. ഇവിടെയാണ് നമ്മൾ ഇന്ത്യക്കാർ ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അവര് പെർഫെക്റ്റ് ആണോ എന്ന് നമ്മളൊട്ട് ചോദിക്കാനും പാടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്താണെന്ന്? ഈ ലൂഥറൻ ക്രിസ്തു മതം എന്ന് പറയുന്നത് ശരിക്കും 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ മാർട്ടിൻ ലൂഥറുടെ പാത പിന്തുടരുന്ന ഒരു സഭയാണ് ലൂഥറൻ സഭ. അപ്പോൾ അത്രമാത്രം അവരവരുടെ ചരിത്രത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നോർവേ പോലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഞാൻ നോർവേ ഭരണകൂടത്തെ അല്ല പറയുന്നത്, ഇന്ത്യയെ ചൊറിയുന്ന അവിടെയുള്ള കുറെ ആളുകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളിലൂടെ പറയുന്നത്. ഈ പറയുന്ന നോർവേയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 56 ലക്ഷം മാത്രമാണ്. കേരളത്തിന്റെ പകുതിയുടെ പകുതി പോപ്പുലേഷൻ പോലും ഇല്ല. ഏതാണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയുടെ അത്ര പോപ്പുലേഷൻ ആണ് നോർവേ എന്ന് പറയുന്ന രാജ്യത്തിന് ഒട്ടാകെ ഉള്ളത്. അവരുടെ രാജ്യത്തിന്റെ വലിപ്പം താരതമ്യേന വലിയ രാജ്യമാണ്. ഏകദേശം 3,85,207 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള വലിപ്പത്തിൽ 61-ാം സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ് നോർവേ. പക്ഷെ ജനസംഖ്യ വെറും 56,000 ആണ്. അതുകൊണ്ട് തന്നെ നോർവേക്ക് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും മനസ്സിലാവില്ല. 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ വെറും 56 ലക്ഷം മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുമോ? അവരുടെ രാജ്യത്ത് സമാധാനം ഉണ്ടായെങ്കിൽ, മതസ്വാതന്ത്ര്യം പൂത്തൊലഞ്ഞുവെങ്കിൽ അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവിടെ ഒന്ന് പോപ്പുലേഷൻ വളരെ കുറവാണ്, രണ്ട് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷന്റെ 69% ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്, 27.3% ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ്. എന്നിരുന്നാലും അവരുടെ ചരിത്രത്തിൽ ഈ മതവിശ്വാസികൾ അല്ലെന്ന് പറയുന്നവരും അവരുടെ ചരിത്രത്തിൽ അഭിമാനം കൊള്ളുന്നവരും ഏതെങ്കിലും ഒരു രൂപത്തിൽ ക്രിസ്തീയ വിശ്വാസങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പിന്തുടരുന്നവരുമാണ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ. അത് ചില സ്റ്റഡീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഏതാണ്ട് ടോട്ടൽ പോപ്പുലേഷന്റെ 95% ക്രിസ്ത്യൻ മതവിശ്വാസികളും വെറും 3.4% മാത്രം ഇസ്ലാം മതവിശ്വാസികളുമുള്ള ഒരു രാജ്യമാണ് ഈ നോർവേ. ആ നോർവേയിൽ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല. കാരണം അവർക്കിടയിൽ മത്സരിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. അത് വികസിത രാഷ്ട്രമാണ്, പോപ്പുലേഷൻ വളരെ കുറവാണ്, എല്ലാവരും സമ്പന്നരാണ്, മെജോറിറ്റി ആളുകളും ഒരു മതവിശ്വാസികളാണ്. സ്വാഭാവികമായി അവർ ഓക്കെയാണ്, ഹാപ്പി ആയിരിക്കും. എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത മതം. കാസർഗോഡ് മുതൽ കേരളത്തിൽ തിരുവനന്തപുരം വരെ വന്നു കഴിഞ്ഞാൽ തന്നെ മലയാള ഭാഷയിൽ തന്നെ എന്തുമാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ എത്രമാത്രം വൈവിധ്യമാർന്ന ഒരു നാടാണ് ഇന്ത്യ. ഈ ഭൂമിയുടെ ഒരു മിനിയേച്ചറാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം. അപ്പൊ അത്ര വൈവിധ്യമുള്ള ഒരു രാജ്യം നോർവേയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു യുക്തിയുണ്ടോ? 145 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിന് 157-ാം സ്ഥാനത്തും 56 ലക്ഷം പേരുള്ള നോർവേ 1-ാം സ്ഥാനത്തുമാണെന്ന്. ബെസ്റ്റ്. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇവരുടെ കമ്പാരിസൺ. അതുപോലെ ബ്രിട്ടനിലെ ദി എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഡെമോക്രസി ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് അത്രേ നോർവേ. ഏത്? 56 ലക്ഷം പേരുള്ള നോർവേ. അതിലും മെജോറിറ്റി ഒരു റിലീജിയൻ, യാതൊരു സാംസ്കാരിക വൈവിധ്യവും ഇല്ലാത്തൊരു നാട്. സ്വാഭാവികമല്ലേ? അവിടെ പിന്നെ എന്തിനാണ് പ്രശ്നം ഉണ്ടാവുക? അതുപോലെയാണോ ഇന്ത്യ? എന്ന് മാത്രമല്ല, ഇമാതിരി റാങ്കിങ്ങുകളെല്ലാം തന്നെ ഉടായ്പാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം വലിയ അജണ്ടയുടെ ഭാഗമാണ്. നോർവേ എന്ന് പറയുന്ന രാജ്യം ഒരു ഇവാഞ്ചലിക്കൽ ലൂഥറൽ ക്രിസ്തുമത രാജ്യമാണ്. പക്ഷെ ആ ഐഡന്റിറ്റിയെ അവർ 2012 മുതൽ മറച്ചു വയ്ക്കാൻ തുടങ്ങി. കാരണം സോഷ്യൽ മീഡിയ വിപ്ലവവും ഇന്റർനെറ്റ് വിപ്ലവവും ഒക്കെ അതിന്റെ പാരമ്യതയിൽ എത്തിയപ്പോൾ റിയൽ ഐഡന്റിറ്റി അവർ മറച്ചു വയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 2012 ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് ഭരണകൂടവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വേർപെടുത്തിയത്. എന്ന് വെച്ചാൽ ഇപ്പോഴും രാജ്യത്തെ നിയന്ത്രിക്കുന്നത് സഭ തന്നെയാണ്. ഔദ്യോഗികമായിട്ട് ഭരണകൂടത്തിൽ അവർക്കൊരു റോളില്ല. സ്റ്റേറ്റ് മതം ഔദ്യോഗികമായിട്ട് സഭയുടെ മതമല്ല എന്ന് മാത്രമേ ഉള്ളൂ.
അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജാവ് ഇനിയും ലൂഥറൻ മതവിശ്വാസിയായിരിക്കണമെന്ന് ഭരണഘടനയിൽ തന്നെ പറയുന്നത്. ഇവർക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ, ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ ധാർമ്മികമായി നയാ പൈസയുടെ അവകാശമില്ല എന്നതാണ് വസ്തുത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.